ഫണ്ടിന്റെ പരിമിതികൾ കാരണം ജനപ്രതിനിധികൾ ഗുരുതരമായ വികസന പ്രതിസന്ധികൾ നേരിടുകയാണെന്ന് നജീബ് കാന്തപുരം എംഎൽഎ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന യുവാക്കൾക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളെയാണ് നാടിന് ആവശ്യമെന്നും നജീബ് കാന്തപുരം എംഎൽഎ അഭിപ്രായപ്പെട്ടു. ഫണ്ടിന്റെ അപര്യാപ്തത കാരണം ജനപ്രതിനിധികൾ ഗുരുതരമായ വികസന പ്രതിസന്ധി നേരിടുകയാണെന്നും ജനപ്രതിനിധികൾ ഏറെ സാഹസം നടത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്നും നജീബ് കാന്തപുരം എംഎൽഎ പറഞ്ഞു. ഒരു റോഡ് പോലും 5 കൊല്ലം കൊണ്ട് നന്നാക്കാനാണ്. ഇത്ര ഗുരുതരമായ ഒരു പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് നമുക്കൊരു 5 ലക്ഷം കൊണ്ട് 1-2 റോഡ് വെക്കായിരുന്നു. ഞാനിപ്പോൾ MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷത്തിൽ കുറഞ്ഞ പൈസ വെക്കണ്ടെന്ന് പറഞ്ഞതാണ്. കാരണം 10 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു റോഡിൽ എവിടെ വെക്കാനാണ്? നമുക്ക് എന്ത് ചെയ്യാനാണ്? ഒരു റോഡിൽ കുഴി അടക്കാൻ 10 ലക്ഷം കൊണ്ട് സാധിക്കുമോ? 10 ലക്ഷത്തിൽ കുറഞ്ഞൊരു പൈസ കൊണ്ട് സാധിക്കുമോ? കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ വിഭവങ്ങളിൽ നിന്ന് വളരെ വലിയൊരു സാഹസം നടത്തുന്നവരാണ് എല്ലാ ജനപ്രതിനിധികളും. ചില ആൾക്കാരെന്നെ തന്നെ നോക്കുന്നുണ്ട്, ഫണ്ട് കുറഞ്ഞു പോകുന്നത്. എന്നാലും പരമാവധി നമുക്കെല്ലാവർക്കും MLA എന്ന നിലയിൽ MP-മാരുടെയും എല്ലാവരുടെയും ഫണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പണ്ട് മുതൽ തുടർന്നു പോരുന്ന വികസന കാഴ്ചപ്പാടുകൾ മാറണം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന യുവതയ്ക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളെയാണ് നാടിന് ആവശ്യമെന്നും നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. അവസരം ഉപയോഗിക്കുന്നവരായി ആ ഓപ്പർച്യൂണിറ്റികളെ പരമാവധി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു യുവത്വം നമ്മുടെ നാട്ടിലുണ്ടാവണം. അവർക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളെയാണ് ഇനി നാടിന് ആവശ്യമുള്ളത് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കും. ആ ജനതയെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റുകളെ പൂർണ്ണമായി മാറ്റേണ്ട കാലമാണ്. ഞങ്ങൾ എഡ്യൂക്കേഷനിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 10 വർഷം കഴിഞ്ഞ് ഈ നാടിനെ കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് എഡ്യൂക്കേഷനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നജീബ് കാന്തപുരം MLAയും ജനപ്രതിനിധികളും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതി കരട് രേഖ പ്രകാശനം ചെയ്തു. കില ട്രെയിനർ ബീന സണ്ണി പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൊട്ടടുത്ത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ളതെല്ലാം രൂപകൽപ്പന ചെയ്ത് അടുത്ത ഭരണസമിതിക്ക് കൈമാറുക എന്നതപ്പുറത്തേക്ക് നമുക്കത് നിർവഹിക്കാനോ അതിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനോ ഉള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചതും ചെയ്തതിലുള്ള വിടവുകൾ നികത്തുന്നതിനും ബഹുമാന്യരായിട്ടുള്ള MP-യും MLA-യും ഒക്കെ നമ്മുടെ നാടിൻ്റെ നാനാവിധമായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രോജക്റ്റുകളും സാധാരണക്കാരും തമ്മിലുള്ള ഗ്യാപ്പും ഒക്കെ നികത്തുന്ന ഒരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജമീല ചാലിയത്തൊടി, KT അഫ്സൽ, ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാർ, ബ്ലോക്ക് സെക്രട്ടറി K പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ു. വികസന സെമിനാറിൽ 9.08 കോടി രൂപയുടെ കരട് പദ്ധതികൾ അവതരിപ്പിച്ചു. ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 24,98,52,544 രൂപ 8 പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുവാനുള്ള ആക്ഷൻ പ്ലാൻ സമർപ്പിച്ചിട്ടുണ്ട്. PMKSY പദ്ധതിയിലൂടെ 6 കോടി രൂപ ചിലവഴിക്കും. കേന്ദ്ര സർക്കാർ ഫണ്ട് 6.5 കോടി രൂപ സംസ്ഥാന കുടുംബശ്രീ മുഖേന ലഭിക്കും. 2 വർഷത്തിനകം സംരംഭകത്വ വികസനത്തിനായി ഗണ്യമായ ഒരു തുക ചിലവഴിക്കാനാകും. പ്രായഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതി, കൃഷി അനുബന്ധ മേഖലയ്ക്ക് പ്രോത്സാഹനത്തിനും മുൻതൂക്കം നൽകുന്ന കരട് രേഖയാണ് അവതരിപ്പിച്ചത്. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.